സിറോ മലബാർ സഭയ്ക്ക് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുവാനുള്ള നിർണായക സിനഡിൽ നിന്ന് തുടക്കം. സഭാസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ 6 ദിവസമാണ് സിനഡ് നടക്കുക. വിശദാംശങ്ങൾ നിധിൻ പ്രഭാകരൻ നൽകുന്നുണ്ട്. നിധിൻ, ഇപ്പോൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള നിർണായക സിനഡ് യോഗം ഇന്ന് തുടങ്ങും. എപ്പോഴാണ് നടക്കുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുജ, കത്തോലിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നിർണായകമായ ഒരു സിനഡിനാണ് ഇന്ന് കാക്കനാട് സഭാ ആസ്ഥാനത്ത് തുടക്കം കുറിക്കുക. സഭയ്ക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ട്. ഈ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഈ സിനഡിനകത്ത് ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് കർദിനാളിനെ മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന സിനഡിൽ ചർച്ചയാകും. സഭയെ കുലുക്കിയ ഏകീകൃത കുർബാന വിഷയം, സഭയിലെ ഭൂമി ഇടപാട് തർക്കം, കോടതിയിൽ എത്തിയ ഭൂമി ഇടപാട് തർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശ്വാസികൾ ഇരുചേരികളായി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട പള്ളിക്കകത്ത് പോലും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ആരംഭിക്കുന്ന സിനഡിൽ ചർച്ചയാകും. കൂടാതെ പുതിയ കർദിനാളിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ വോട്ടെടുപ്പ് നടക്കും. 2/3 ഭൂരിപക്ഷം ലഭിക്കുന്ന വ്യക്തിയായിരിക്കും പുതിയ കർദിനാളായി ചുമതലയേൽക്കുക. സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു സിനഡിനാണ് ഇത്തവണ തുടക്കം കുറിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം സഭാവിശ്വാസികൾ അടക്കമുള്ളവർക്കെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ അതോടൊപ്പം വിശ്വാസികൾ ഇരുചേരികളായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുചേരികളായി തിരിഞ്ഞ് ഏകീകൃത കുർബാന വിഷയത്തിൽ ഏറ്റുമുട്ടുന്ന, കൂടാതെ വത്തിക്കാനിൽ നിന്നും പോപ്പിന്റെ പ്രതിനിധി എത്തിയപ്പോൾ പോലും ഇവിടെ സഭാവിശ്വാസികൾ ഏറ്റുമുട്ടിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സിനഡിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇന്നു മുതലുള്ള 6 ദിവസം സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിനങ്ങളാണ്. ആ സിനഡിനാണ് ഇന്ന് കാക്കനാട് സഭ ആസ്ഥാനത്ത് തുടക്കം കുറിക്കുക. അനുജ, അതുപോലെ തന്നെ സിനഡില് ഇന്ന് തുടക്കമാണെന്ന് പ്രധാനപ്പെട്ട എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം? ഇന്ന് കാര്യമായ തീരുമാനങ്ങളൊന്നും തന്നെ സിനഡിൽ ഉണ്ടാവില്ല. സിനഡിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങൾ എല്ലാം തന്നെ ചർച്ചകൾ നടക്കും. സിനഡിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളുമായുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. ഏറ്റവും അവസാന ദിവസം, സിനഡ് സമാപിക്കുന്ന ദിവസമാണ് സിനഡിനകത്തെ പ്രധാന കാര്യങ്ങൾ, തീരുമാനങ്ങൾ എല്ലാം തന്നെ പുറത്തു വരികയുള്ളൂ. അന്ന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ അവർ വിളിച്ചു വരുത്തി സിനഡിലെ പ്രധാന തീരുമാനങ്ങളും പ്രധാന ചുമതലകൾ കൈമാറിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഭ അധികൃതർ തന്നെ ഒരു വ്യക്തത വരുത്തും. മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി സംസാരിക്കും. അതുവരെയുള്ള ദിവസങ്ങൾ ചർച്ചകളുടെയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സഭയ്ക്കകത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ചർച്ചകളായിരിക്കും സിനഡിൽ പ്രധാനമായും നടക്കുക. അനുജ, വ്യക്തമാണ് നിധിൻ. ഇപ്പോൾ സിറോ മലബാർ സഭയ്ക്ക് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള നിർണായക സിനഡിൽ നിന്ന് തുടക്കമാവുകയാണ്. നിരവധി വിഷയങ്ങൾ സിനഡിൽ ചർച്ചയാവും എന്നാണ് വിശദാംശങ്ങൾ നൽകിയത് നിധിൻ പ്രഭാകരനാണ്.